ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പാർട്ട് 5 ആയ സുവോളജി പോർഷനിൽ വരുന്ന മൊഡ്യൂൾ 2 ആയ ജെനറ്റിക്സിലെ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താം. അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകളുടെ PDF-ഉം ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള സുവോളജി ബോട്ടണി ക്ലാസ്സുകൾ പ്ലേലിസ്റ്റുകളാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻസും സജഷൻസും ഡൗട്ട്സും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഇൻ ഹ്യൂമൻസ് സെക്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ sex chromosomes of the father, option B sex chromosomes of the mother, option C quantity of sperm in the semen, option D size of egg to be fertilized. So in human sex is determined by option A sex chromosomes of father ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് എക്സിബിറ്റ് മെയിൽ ഹെട്രോഗമി. മെയിൽ ഹെട്രോഗമി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയ ഗാമീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഹ്യൂമനിലെ മെയിലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, XY എന്നുള്ള ഗാമേറ്റ്സ് ആണ് കാണാൻ സാധിക്കുക. അതായത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗാമേറ്റുകളാണ് എക്സും വൈയും എന്ന് പറയുന്നത്. അതേസമയം ഹ്യൂമൻ ഫീമെയിലിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, XX ഗാമേറ്റ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ക്രോമസോംസ് എന്ന് പറയുന്നത് X ക്രോമസോംസ് മാത്രമാണ്. അപ്പോൾ ഒരു ടൈപ്പ് ഗാമേറ്റ്സ് മാത്രമാണ് ഹ്യൂമൻ ഫീമെയിലിൽ ഉണ്ടാകുന്നത്. അപ്പോൾ സെക്സ് ഓഫ് ബേബി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് മെയിൽ ഗാമേറ്റ് ആണ് ഫീമെയിൽ ഗാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫെർട്ടിലൈസ് ചെയ്ത് വരുന്ന സ്പേമിന് X ക്രോമസോം ആണ് അവിടെ ഫ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബേബി എന്ന് പറയുന്നത് ഗേൾ ആയിരിക്കും. അതേസമയം സ്പേമിലുള്ള Y ക്രോമസോം ആണ് നമ്മുടെ ഫീമെയിലുള്ള X ക്രോമസോമായിട്ട് ചേരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഒരു ബോയ് ചൈൽഡ് ആയിരിക്കും. സോ ഇവിടെ ഒരു മാറ്റർ ഓഫ് ചാൻസ് ആണ് അല്ലേ, സെക്സ് ഓഫ് ബേബി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു മാറ്റർ ഓഫ് chance ആണ്. So there is equal probability of fertilizing sperm being X or Y. So X ആവാം അല്ലെങ്കിൽ Y ആവാം. Thus it's the genetic makeup of sperm that determines the sex of baby. So ഏത് ഗാമേറ്റ് ആണ് ഫ്യൂസ് ചെയ്യുക എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെക്സ് ഓഫ് ദ ബേബി ഉണ്ടാകുന്നത്. A gene showing codominance has option A one allele dominant on other, option B both alleles independently expressed in the heterozygote, option C alleles tightly linked on the same chromosome, option D alleles that are recessive to each other. So codominance കാണിക്കുമ്പോൾ ജീനിന് എങ്ങനെയാണ്, both alleles independently expressed in the heterozygote ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. കോഡോമിനൻസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. ഇവിടെ മൾട്ടിപ്പിൾ വേരിയൻസ് അല്ലെങ്കിൽ അലീൽസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഒരേ ജീനിലാണ് നമുക്ക് ഈ പറയുന്ന മൾട്ടിപ്പിൾ അലീലുകളെ കാണാൻ സാധിക്കുന്നത്. അലീൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ജീൻ എന്നും പറയാൻ സാധിക്കുന്നുണ്ട്. സോ കോഡോമിനൻസ് എന്ന് പറയുന്ന ടൈപ്പിൽ ഇൻഹെറിറ്റൻസ് പാറ്റേണിൽ നമുക്ക് ഒരേ ജീനിൽ പല ഡിഫറെൻറ്റ് വേരിയൻസ് അല്ലെങ്കിൽ പല അലീലുകളെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എക്സ്പ്രഷൻ ഓഫ് ഈച്ച് അലീൽ ബ്രിങ്സ് അബൌട്ട് എ പെർട്ടിക്കുലർ ഫിനോടൈപ്പ്. സോ ഓരോ അലീലും എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു പെർട്ടിക്കുലർ ആയ ഫിനോടൈപ്പ് ആണ്. സോ അലീൽസ് ആർ എക്സ്പ്രസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ ഇൻ ഹെട്രോസൈഗോട്ട്. ഹെട്രോസൈഗോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, രണ്ട് ടൈപ്പ് അല്ലേ, ഒരേപോലെയല്ല, ഹോമോ എന്ന് വെച്ചാൽ സെയിം ആയിട്ടുള്ളത്. സോ ഹെട്രോസൈഗോട്ടിൽ ഇവിടെ നോക്കുമ്പോൾ അലീലുകളെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോഡോമിനൻസിന്റെ കേസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് കളർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ റോഡോഡെൻഡ്രോൺ പ്ലാന്റ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫ്ലവർ വിത്ത് റെഡ് ആൻഡ് വൈറ്റ് പാച്ചസ്. നമുക്ക് ഇവിടെ കാണാം അല്ലേ, ഇതാണ് റെഡ് ആൻഡ് വൈറ്റ് പാച്ചസ് ഉള്ള ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയായിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തനിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇൻ കേസ് ഓഫ് ആൻ ഹെട്രോസൈഗോട്ട്. ഇനി ഫീനോടൈപ്പ് എന്നാൽ എന്താണ്? ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ അത് നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, RR അതായത് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാപിറ്റൽ R റെപ്രസെന്റ് ചെയ്യുന്നത് റെഡ് കളറിനെയാണ്, സ്മോൾ R റെപ്രസെന്റ് ചെയ്യുന്നത് വൈറ്റ് കളറിനെയാണ്. അപ്പോൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ചേർന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് കൊഡോമിനൻസ് എന്ന് പറയുന്നത്. രണ്ടും
ഡോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് കൊഡോമിനൻസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റെഡ്, അതായത് 6 എന്ന് പറയുന്നത് പിന്നെ റെഡ് ക്യാപിറ്റലായ 6ഉമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഒരു റെഡ് കളർ ഫ്ലവർ ആണ്. അതേസമയം ക്യാപിറ്റൽ ലെറ്റർ 6ഉം സ്മോൾ ലെറ്റർ 6ഉമായിട്ട് ഫ്യൂഷൻ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. അതായത് അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമുക്ക് റെഡിനെയും വൈറ്റിനെയും കാണാനായിട്ട് സാധിക്കുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൊഡോമിനൻസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കേസിലും സ്മോൾ ആറും അതുപോലെ ക്യാപിറ്റൽ ആറും തമ്മിൽ ചേർന്ന് ഇവിടെയും കൊഡോമിനൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം റിസസീവായ വൈറ്റിന്റെ സ്മോൾ ആറുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താണ്? വൈറ്റ് ആണ്. The genotypic ratio of monohybrid cross is option A 3:1, option B 1:2:1, option C 9:3:3:1, option D 2:1:1. So genotypic ratio of monohybrid cross എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1:2:1 ആണ്. മോണോഹൈബ്രിഡ് ക്രോസിലെ F1 ജനറേഷനിൽ നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടും എന്താണ്? ടോൾ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അതേപോലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇനി F2 ജനറേഷനിൽ ഇവരെ തമ്മിലാണ് നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്യാപിറ്റൽ ടി ഈസ് ക്രോസ് വിത്ത് ക്യാപിറ്റൽ ടി. ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ടി ടി, അതായത് ടോൾ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ ക്യാപിറ്റൽ ടി ക്രോസ് വിത്ത് സ്മോൾ ടി, ഇവിടെ നമുക്ക് ലഭിക്കുന്നതും ടോൾ തന്നെയാണ്. ഇനി സ്മോൾ ടി ക്രോസ് വിത്ത് ക്യാപിറ്റൽ ടി, അവിടെയും നമുക്ക് എന്താണ്? ടോൾ ആണ് ലഭിക്കുന്നത്. ഇനി റെസസീവായ ടിയും ടിയും, അതായത് സ്മോൾ ടി ടി ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡാർഫ് വെറൈറ്റി ലഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഫീനോടൈപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? ഒബ്സർവബിൾ ആയ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അല്ലേ, 3 എന്താണ്? ടോൾ ആണ്. സോ 1 മാത്രമാണ് ഡാർഫ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 3:1 ആണ്. അതേസമയം ജീനോടൈപ്പിക് ആയിട്ട് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ? സോ ക്യാപിറ്റൽ ടി ടി ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി കാണുന്ന 2 എണ്ണമുണ്ട്, ഇനി സ്മോൾ ടി വരുന്ന ഒന്നുണ്ട്. അപ്പോൾ ഇവരുടെ ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1:2:1 ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻസ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻ എ ഗാമ റേഡിയേഷൻസ്, ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, ഓപ്ഷൻ സി എത്തിലിൻ, ഓപ്ഷൻ ഡി IAA. മ്യൂട്ടേഷൻസ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻ എ ഗാമ റേഡിയേഷൻസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. So a mutation is a change that occurs in a DNA sequence either due to mistakes when the DNA is copied. DNA കോപ്പി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയോൺമെന്റൽ ആയ ഫാക്ടേഴ്സ് കാരണമോ DNA കോപ്പി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെയാണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യപ്പെടാം. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആവാം, ഗാമ റേഡിയേഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ മ്യൂട്ടാജൻസും അതുപോലെ ഇൻഫെക്ഷ്യസ് ഏജൻസും ഒക്കെ ആയിരിക്കാം. അപ്പോൾ DNA സീക്വൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് സംഭവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. The incorrect statement with regard to hemophilia is. ഹീമോഫീലിയനെ സംബന്ധിച്ചുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇറ്റ്സ് എ ഡോമിനന്റ് ഡിസീസ്, ഓപ്ഷൻ ബി എ സിംഗിൾ പ്രോട്ടീൻ ഇൻവോൾവ്ഡ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഇസ് എഫക്റ്റഡ്, ഓപ്ഷൻ സി ഇറ്റ്സ് എ റെസസീവ് ഡിസീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. സോ ഹീമോഫീലിയനെ കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഓപ്ഷൻ എ ഇറ്റ്സ് എ ഡോമിനന്റ് ഡിസീസ് എന്നുള്ളതാണ്. Hemophilia is a group of hereditary genetic disorder that impair the person's ability to control the blood clotting. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ എബിലിറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ജനറ്റിക് ആയ ഡിസോർഡർ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇതൊരു റെസസീവായ സെക്സ് ലിങ്ക്ഡ് ആയ എക്സ് ക്രോമസോം ഡിസോർഡർ ആണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. റെസസീവ് ആണ്, സെക്സ് ലിങ്ക്ഡ് ആണ്, എക്സ് ക്രോമസോം ഡിസോർഡർ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ പേഴ്സണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. The tendency of an offspring to resemble its parent is known as. ഓപ്ഷൻ എ
വേരിയേഷൻ ഓപ്ഷൻ ബി, റിസംബ്ലൻസ് ഓപ്ഷൻ സി, ഹെറിഡിറ്റി ഓപ്ഷൻ ഡി, ഇൻഹെറിറ്റൻസ്. സോ ഓപ്ഷൻ സി ഹെറിഡിറ്റി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. So the tendency of an offspring to resemble its parent is known as heredity. Who is known as the father of genetics? Genetics ന്റെ father ആരാണ്? ഓപ്ഷൻ എ മെൻഡൽ, ഓപ്ഷൻ ബി മോർഗൻ, ഓപ്ഷൻ സി ബെറ്റേസൺ, ഓപ്ഷൻ ഡി വാട്സൺ. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. The mechanism that causes a gene to move from one linkage group to another is called. ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാനുള്ള ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ എ ട്രാൻസ്ലൊക്കേഷൻ, ഓപ്ഷൻ ബി ക്രോസിംഗ് ഓവർ, ഓപ്ഷൻ സി ഡ്യൂപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. സോ മെക്കാനിസം ദാറ്റ് കോസ് എ ജീൻ ടു മൂവ് ഫ്രം വൺ ലിങ്കേജ് ഗ്രൂപ്പ് ടു അനദർ ഇസ് കോൾഡ് ആസ് ഓപ്ഷൻ എ ട്രാൻസ്ലൊക്കേഷൻ ആണ്. The translocation is the process that causes a gene to move from one linkage group to another. ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാനുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇറ്റ്സ് എ സെപ്പറേഷൻ ഓഫ് ക്രോമസോം സെഗ്മെന്റ് ആൻഡ് ഇറ്റ്സ് എ ജോയിനിങ് ടു എ നോൺ ഹോമോലോഗസ് ക്രോമസോം. സോ ഹോമോലോഗസിന്റെ മീനിങ് അറിയാലോ, ഒരേപോലുള്ള ക്രോമസോം ആവുക എന്നുള്ളത്. നോൺ ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ ഒരേപോലെ അല്ലാതിരിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ കാണാം അല്ലെ, ബിഫോർ ട്രാൻസ്ലൊക്കേഷൻ നമുക്ക് കാണാം, അതുപോലെ ആഫ്റ്റർ ട്രാൻസ്ലൊക്കേഷനും കാണാം. അപ്പോൾ ഇവിടെ ഒരു ക്രോമസോമിന്റെ സെഗ്മെന്റ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് ഇവിടെ ഉണ്ടാവുന്നത് എന്താണ്? ഒരു നോൺ ഹോമോലോഗസ് ആയ ക്രോമസോം ആണ് ആഫ്റ്റർ ട്രാൻസ്ലൊക്കേഷൻ നമുക്ക് ലഭിക്കുന്നത്. എ ഡിസീസ് കോസ്ഡ് ബൈ ആൻ ഓട്ടോസോമൽ പ്രൈമറി നോൺ ഡിസ്റ്റിങ്ഷൻ ഈസ് ഓപ്ഷൻ എ ടേർണേഴ്സ് സിൻഡ്രോം, ഓപ്ഷൻ ബി ഡൗൺസ് സിൻഡ്രോം, ഓപ്ഷൻ സി ക്ലൈൻഫിൽട്ടേഴ്സ് സിൻഡ്രോം, ഓപ്ഷൻ ഡി സിക്കിൾ സെൽ അനീമിയ. സോ ഓപ്ഷൻ ബി ഡൗൺ സിൻഡ്രോം ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രോം ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഹാസ് ആൻ എക്സ്ട്രാ ക്രോമസോം. ഒരു പേഴ്സണ് ഇവിടെ എന്തായിരിക്കും? എക്സ്ട്രാ ക്രോമസോം ആണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ക്രോമസോം എന്ന് പറയുന്നത് ജീൻസിന്റെ ഓരോ പാക്കേജ് ആണ്. അപ്പോൾ ഈ ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ബോഡി ഫോം, ഒരു ബേബിയുടെ ബോഡി ഫോം, അതിൻ്റെ ഫങ്ഷൻ, ഇതിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേബി ജനിക്കുന്ന സമയത്ത് അതിന് 46 ക്രോമസോം ആണ് ശരിക്കും ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ ഡൗൺ സിൻഡ്രോമിൻ്റെ കേസിൽ ഒരു എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമസോം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ക്രോമസോം 21 നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഒരു എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമസോം ഉള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രൈസോമി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ഡൗൺ സിൻഡ്രോമിനെ എന്ത് വിളിക്കാം? ട്രൈസോമി 21 എന്നും വിളിക്കാറുണ്ട്. ഈ എക്സ്ട്രാ കോപ്പിയാണ് ബേബിയുടെ ബോഡി, അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റ്, മെന്റൽ ഫിസിക്കൽ ചാലഞ്ചസ് ഒക്കെ ബേബിക്ക് ഉണ്ടാക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡൗൺ സിൻഡ്രോമിൽ ഇവിടെ ഫ്ലാറ്റൻഡ് ആയ ഫേസ് ആയിരിക്കും ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു ബേബിക്ക് ഉണ്ടായിരിക്കാം. അതുകൂടാതെ ബ്രിഡ്ജ് ഓഫ് നോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫ്ലാറ്റൻഡ് ആയിട്ടായിരിക്കും. ആൽമണ്ട് ഷേപ്പിലാണ് ഐസ് നമുക്ക് കാണാൻ സാധിക്കുക. ഷോർട്ടായ നെക്കായിരിക്കും, ചെറിയ ഇയേഴ്സ് ആയിരിക്കും. ടങ് എന്ന് പറയുന്നത് സ്റ്റിക്ക് ഔട്ട് ചെയ്യുന്നുണ്ടാവും, മൗത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ടൈനി ആയ വൈറ്റ് സ്പോട്ടുകൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? കണ്ണിൽ കാണാനായിട്ട് സാധിക്കും. ഐറിസിനകത്തൊക്കെ വൈറ്റ് സ്പോട്ട് കാണാനായിട്ട് സാധിക്കും. ചെറിയ ഹാൻഡുകളായിരിക്കും, അതുപോലെ ഫീറ്റും ചെറുതായിരിക്കും. ഇനി സിംഗിൾ ലൈൻ ആയിരിക്കും നമുക്ക് പാമ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്മോൾ പിങ്കി ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ചെറുവിരലാണ്. ചെറുവിരൽ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കേർവ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് തമ്പിനോട് ചേർന്ന് കേർവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചില സിറ്റുവേഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പുവർ മസിൽ ടോൺ ആയിരിക്കും, ലൂസായ ജോയിന്റുകളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഷോർട്ടറായ ഹൈറ്റ് ഒക്കെ ആയിരിക്കും ചിൽഡ്രനും അതുപോലെ അഡൾട്ട് സ്റ്റേജിലും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെയാണ് ഡൗൺ സിൻഡ്രോം എഫക്റ്റഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. In his classic experiment on peas, Mendel did not use option A seed shape, option B seed color, option C pod length, option D all of the above. So in his classic experiment on peas, Mendel ഏത് ക്യാരക്ടർ ആണ് യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി pod length ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Pea plants were used in Mendel's experiment because
പീ പ്ലാന്റുകൾ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? സോ ഓപ്ഷൻ എ, they were cheap. Option B, they were available easily. Option C, they had contrasting characters. Option D, all of the above. So ഓപ്ഷൻ സി ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കോസ് ഇറ്റ് ഹാഡ് contrasting characters. How many pair of contrasting characters in pea plants were studied by Mendel in his experiment? Option A 9, option B 5, option C 6, option D 7. So option D 7 ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഗ്രിഗർ മെൻഡൽ പീ പ്ലാന്റ്സിനെയാണ് അയാളുടെ എക്സ്പെരിമെന്റിന് വേണ്ടി ചൂസ് ചെയ്തത്. കാരണം ഇവർ പെട്ടെന്ന് തന്നെ വളരുകയും അതുപോലെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും അതുപോലെ വെറൈറ്റി ഓഫ് ട്രേറ്റ്സിനെ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സീഡ് ഷേപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് അതുപോലെ വ്രിങ്കിൾഡ് എന്ന ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടേഴ്സ് കാണിച്ചിരുന്നു. സീഡ് കളറിലും യെല്ലോ ഗ്രീൻ എന്നും അതുപോലെ ഫ്ലവർ കളർ പർപ്പിൾ വൈറ്റ് എങ്ങനെ, അതുപോലെ പോഡ് ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേറ്റഡും കോൺസ്ട്രിക്റ്റഡും, പോഡ് കളറിൽ യെല്ലോയും ഗ്രീനും, അതുപോലെ ഫ്ലവറിൻ്റെ പൊസിഷൻ ആക്സിയൽ പൊസിഷൻസ് അതായത് സൈഡിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ടെർമിനൽ എൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതുപോലെ ഹൈറ്റ് ടോൾ ആണോ ഡാർഫ് ആണോ എന്നിങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് മെൻഡൽ ചൂസ് ചെയ്തത്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഈസ് ഓപ്ഷൻ എ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ, ഓപ്ഷൻ ബി സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ, ഓപ്ഷൻ സി സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസോർഡർ, ഓപ്ഷൻ ഡി ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ റിസസീവായ ഡിസോർഡർ ആണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് നമുക്ക് ഫാമിലീസിൽ ജനറേഷനിൽ പാസ് ഡൗൺ ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റീവായ ജീനാണ് ദാറ്റ് മേക്സ് ബോഡി ടു പ്രൊഡ്യൂസ് അബ്നോർമലി തിക്ക് ആൻഡ് സ്റ്റിക്കി ഫ്ലൂയിഡ് വിച്ച് ഇസ് കോൾഡ് ആസ് മ്യൂക്കസ്. അങ്ങനെ ആ മ്യൂക്കസ് അബ്നോർമലായിട്ട് തിക്കായ സ്റ്റിക്കി ആയിട്ടുള്ള ഫ്ലൂയിഡായ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി അത് ബ്രീത്തിങ് പാസേജിൽ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ലങ്സിലൊക്കെ, അതുപോലെ തന്നെ പാൻക്രിയാസിലും ഇത് ഫില്ലപ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം അല്ലേ. അപ്പോൾ തിക്കായ സ്റ്റിക്കിയായ മ്യൂക്കസ് എയർവേസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ പാൻക്രിയാസിൻ്റെ ബൈൽ ഡക്റ്റുകളെയൊക്കെ ഇവിടെയും ബ്ലോക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഓട്ടോസോമലായ ഒരു റെസസീവ് ഡിസോർഡർ ആണ്. ഹോമോസൈഗോസിറ്റി ആൻഡ് heterozygosity of an individual can be determined by option A test cross, option B back cross, option C self fertilization, option D all of the above. ഓപ്ഷൻ എ ടെസ്റ്റ് ക്രോസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ ഇവിടെ പാരന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. അതിനെ നമ്മൾ ക്രോസ് ചെയ്യുന്നത് സ്മോൾ ടിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് F1 ജനറേഷനിൽ ലഭിക്കുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. F2 ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ക്രോസ്ഡ് വിത്ത് സ്മോൾ ടി. അപ്പോൾ F1 ഈസ് ക്രോസ്ഡ് വിത്ത് റിസസീവായ ഹോമോസൈഗസ് പാരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത് അല്ലേ. സോ ടെസ്റ്റ് ക്രോസ് ഇസ് എ ക്രോസ് ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ വിത്ത് അൺനോൺ ജീനോടൈപ്പ്. ഇതാണ് നമ്മുടെ അൺനോൺ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒരു ഹോമോസൈഗസ് ആയ റിസസീവ് ജീനോടൈപ്പുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. സോ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് ഇനീഷ്യലി ചെയ്തത് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ്. സോ ഈ ടെസ്റ്റ് ക്രോസ് എന്തിനാണ് ചെയ്യുന്നത്? ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഡോമിനൻ്റ് ആയിരിക്കുന്നത് ഹെട്രോസൈഗസ് ആണോ, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ, അതേപോലെ ഹോമോസൈഗസ് ആണോ, ടി ആണോ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ടി ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. The crossing of F1 to either of parents is known as. So crossing of F1 to either of parents നെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ടെസ്റ്റ് ക്രോസ്, ഓപ്ഷൻ ബി F1 ക്രോസ്, ഓപ്ഷൻ സി ബാക്ക് ക്രോസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. സോ ഇവിടെ ക്രോസ് ചെയ്യുന്നത് F1നെ either of parents വെച്ചിട്ടാണ്. അത്തരം ഒരു ക്രോസിനെ നമ്മൾ വിളിക്കുന്നത് ബാക്ക് ക്രോസ് എന്നാണ്. ടെസ്റ്റ് ക്രോസ് വേഴ്സസ് ബാക്ക് ക്രോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ക്രോസ് ഇസ് എ ബ്രീഡിംഗ് ഓഫ് ഡോമിനന്റ് ഫിനോടൈപ്പ് വിത്ത് ഇറ്റ്സ് റെസസീവ് ഫിനോടൈപ്പ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്രോസ് ചെയ്യുന്നത്? ഡോമിനന്റ് ആയ ഫിനോടൈപ്പ് വിത്ത് റെസസീവ് ഫിനോടൈപ്പ്. റെസസീവ് എന്താണ്? സ്മോൾ ടി ആണ്. ഇനി ബാക്ക് ക്രോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? F1 ഹൈബ്രിഡിനെ
വൺ ഓഫ് ദ പാരന്റ്, അത് ചിലപ്പോൾ ക്യാപിറ്റൽ ടി ആവാം, ക്യാപിറ്റൽ ടി ആവാം, അല്ലെങ്കിൽ സ്മോൾ ടി ആവാം. ഇതെല്ലാം എന്താണ്? ബാക്ക് ക്രോസുകളാണ്. ഇനി എല്ലാ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ബാക്ക് ക്രോസ് ആണ് അല്ലേ? ഇവിടെ നമ്മൾ ടെസ്റ്റ് ക്രോസിൽ എന്താണ് ചെയ്യുന്നത്? സ്മോൾ ടിയുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് ക്രോസിൽ ഇത് മാത്രമേ പെടുന്നുള്ളൂ. അപ്പോൾ എല്ലാ ടെസ്റ്റ് ക്രോസുകളെയും നമുക്ക് എന്ത് പറയാം? ബാക്ക് ക്രോസുകളാണെന്ന് വിളിക്കാം. ഇനി ബാക്ക് ക്രോസിൽ നോക്കുകയാണെങ്കിൽ റെസസീവ് ഫിനോടൈപ്പുമായി ചേർന്നുള്ള ക്രോസ് മാത്രമാണ് എന്ത് വിളിക്കുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കുന്നത്. അത് അണ്ടർസ്റ്റുഡ് ആണല്ലേ? ഇനി F1 ഹൈബ്രിഡ് ഇസ് ക്രോസ്ഡ് വിത്ത് റെസസീവ് ജീനോടൈപ്പ് ഇൻ ടെസ്റ്റ് ക്രോസ്. നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്കാണ് നമ്മളിവിടെയും പറയുന്നത്. സോ F1 ഹൈബ്രിഡ് ഇസ് ക്രോസ്ഡ് വിത്ത് റെസസീവ് ജീനോടൈപ്പ് ഇൻ ടെസ്റ്റ് ക്രോസ്. ഇനി ബാക്ക് ക്രോസിൽ നോക്കിക്കഴിഞ്ഞാൽ F1 ഹൈബ്രിഡ് ഇസ് ക്രോസ്ഡ് വിത്ത് ഐദർ ഹോമോസൈഗസ് ആയ ഡോമിനന്റ്, അതായത് ക്യാപിറ്റൽ ടി ആവാം, അല്ലെങ്കിൽ ഹെട്രോസൈഗസ്, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം ബാക്ക് ക്രോസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ക്രോസ്ഡ് വിത്ത് ക്യാപിറ്റൽ ടി. അതെന്താണ്? ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് ക്രോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലഭിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ഈസ് ക്രോസ് വിത്ത് ക്യാപിറ്റൽ ടി, അവിടെ നമുക്ക് ടോൾ ലഭിക്കുന്നു. ക്യാപിറ്റൽ ടി ഈസ് ക്രോസ് വിത്ത് സ്മോൾ ടി, അവിടെയും നമുക്ക് എന്താണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് തന്നെ അത് ടോളാണ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്, സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവ് ആണ്. സോ ക്യാപിറ്റൽ ടി വന്നാൽ അത് ഡോമിനേറ്റ് ചെയ്യും. അതുപോലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ആ ക്യാപിറ്റൽ ടീൻ്റെ ക്യാരക്ടർ ആയിരിക്കും. ഇനി ഇതേ സമയം സ്മോൾ ടി വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ജീൻ എക്സ്പ്രഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ റിസൾട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഡാർഫ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കേസിലും, അതായത് ക്യാപിറ്റൽ ടിയുടെ കേസിലും ക്യാപിറ്റൽ ടി സ്മോൾ ടിയുടെ കേസിലും എന്താണ്? രണ്ടും ടോളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോസും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.